ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാൻ വിചാരിച്ചതാ കേട്ടോ. കുറച്ച് ദിവസമായിട്ട് എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പം ഞാനും നന്ദു അമ്മയും കൂടി ഒരു ഋതുമതി കല്യാണത്തിന് വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ അമ്മേൻ്റെ കുടുംബത്തിലാണ് അമ്മേൻ്റെ മാമൻ്റെ മോൻ്റെ പേരക്കുട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ മണ്ണൂർ വളവിലേക്കാട്ടോ അപ്പോൾ നേരെ പോണത്. അങ്ങനെ മണ്ണൂർ വളവിലെത്തി. ഞങ്ങൾ മണ്ണൂർ വളവിലെ ഹോട്ടൽ ഷിജിതയിൽ കയറിയിട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. വീട്ടിൽ ചായ ഉണ്ടാക്കിയിട്ടില്ല. ഒരു പരിപാടിക്ക് പോകുമ്പം ചായയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ആരും കുടിക്കൂല കേട്ടോ. അതവിടെ അതേപോലെ ഇട്ടേച്ച് പോകും. ദോശ ഉണ്ടാക്കിയാലും ചപ്പാത്തി ഉണ്ടാക്കിയാലും പുട്ടുണ്ടാക്കിയാലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചപ്പോൾ പറഞ്ഞ് ഞാൻ ചായൻ്റെ കടി ഉണ്ടാക്കില്ല പറഞ്ഞ്. കാരണം വീട്ടിൽ സിനേട്ടനും ഇല്ല, പിന്നെ അബിക്കുന്നൊരു പരിപാടിക്ക് പോവാണ്ട്, ഞങ്ങൾക്ക് ഈ പരിപാടിക്കും പോവാണ്ട്. അപ്പം ഞാൻ വേഗം ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. കാരണം അബി ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്തും. വീട്ടിൽ വന്നിട്ട് നായ്ക്കുട്ടികൾക്ക് ചോറൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടി വരും. അപ്പം ഞാൻ ചിക്കൻ കറിയാണ് വീട്ടിലുണ്ടാക്കി വെച്ചത്. അപ്പോൾ ഇത് നേരെ ഹോട്ടലിൽ വന്നിട്ട് നന്ദു അമ്മയും മുട്ട റോസ്റ്റും പൊറോട്ടയും, ഞാൻ ഗ്രീൻ പീസിൻ്റെ കറിയും പൊറോട്ടയായിട്ടാണ് വാങ്ങിയത്. എനിക്ക് ഹോട്ടലിലൊക്കെ ഉള്ള മുട്ട റോസ്റ്റ് തിന്നാൻ വലിയ താല്പര്യമില്ല കേട്ടോ. വീട്ടിലൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ തിന്നും. അങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നന്ദു അമ്മയും കഴിച്ച് തുടങ്ങിന് കേട്ടോ. ഇനി എന്തായാലും ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി ഓട്ടോ വിളിച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. മണ്ണൂർ വളവ് തന്നെ ഓട്ടോ വിളിച്ച് ഞങ്ങളതിൽ കയറിയിട്ടോ. കുറച്ച് ദൂരം പോയാൽ മതിയേ. കല്ലമ്പാറ കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം അയ്യമ്പാക്കി എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഒക്കെ ഇറങ്ങി ഓരോ വീട്ടിലേക്കുള്ള നടത്തത്തിലാട്ടോ. ആളുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ വല്ലാണ്ട് വീഡിയോ എടുത്തില്ല. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലെത്തി. അപ്പോൾ അവൾ വെള്ളമൊക്കെ തന്ന് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച്, പിന്നെ എല്ലാവർക്കും വെക്കാൻ മുല്ലപ്പൂവൊക്കെ തന്ന്. അതിൻ്റെ ഉള്ളിൽ വെളിച്ചമില്ലാത്തതുകൊണ്ട് കേട്ടോ നമ്മളെ വീഡിയോയ്ക്ക് ഇത്തിരി ക്ലാരിറ്റി കുറഞ്ഞത്. അങ്ങനെ ഞാനും നന്ദു അമ്മയും പുറത്തേക്കൊക്കെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ഞാനും കുറച്ച് അവരെ കുടുംബക്കാരൊക്കെ വന്നിന്. പിന്നെ അമ്മേൻ്റെ എന്താ പറയുക മാമൻ്റെ മരുമോളും കുട്ടിയൊക്കെ വന്നിന് കേട്ടോ. ഒക്കെ ഞങ്ങളെ നാട്ടുകാർ തന്നെയാണേ. അധികം ദൂരമില്ല ഈ സ്ഥലം. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ, അരമണിക്കൂറും വേണ്ട കേട്ടോ, 1/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ മതി. ഒരു ഓട്ടോയായാലും ബൈക്കിനായാലും വരാൻ ഒരു 1/4 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ദൂരമുള്ള സ്ഥലമൊന്നുമല്ല. അങ്ങനെ ഞങ്ങളവിടെ എത്തി വെയിറ്റിങ്ങിൽ. അങ്ങനെ ഇന്ന് പരിപാടിയുള്ള കുട്ടീൻ്റെ അമ്മമ്മയേട്ടാ മുന്നിൽ പോയത്. അവർ ഡ്രസ്സും സ്വർണവും സാധനങ്ങളൊക്കെ ആയിട്ട് വരിക കേട്ടോ. ഇതൊക്കെ അവിടുത്തെ കുടുംബമാണ്. അതായത് എൻ്റെ അമ്മേൻ്റെ മാമൻ്റെ വീട്ടിലുള്ളവരാണ്. പിന്നെ അവിടെയുള്ള അയൽവാസികളും എല്ലാവരും ഉണ്ട് കേട്ടോ, കുട്ടികളും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇത് നല്ലൊരു അടിപൊളി ഗംഭീരം പരിപാടി കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ഒരു എന്താ പറയുക, ഒരു കുഞ്ഞ് പരിപാടിയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നത്. പക്ഷെ വലിയ പരിപാടി കേട്ടോ, സംഭവം അടിപൊളിയാണ്. നമ്മളെ ഷൈമ ഉണ്ട്, ഷൈമേൻ്റെ മോള്. ഈ ചുരിദാറിട്ടത് നമ്മളെ കുടുംബാട്ടോ, എല്ലാവരും കുടുംബം തന്നെ. അങ്ങനെ ഇനി പരിപാടികളൊക്കെ തുടങ്ങാനുള്ള സമയമായി. എനിക്കിതിന് എന്താ വോയിസ് കൊടുക്കേണ്ടതെന്ന് അറിയണില്ല കേട്ടോ സത്യത്തിൽ. ഒരു മിസ്റ്റേക്ക്. എന്നാലും നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വോയിസ് കൊടുത്തല്ലേ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ഇത് നമ്മുടെ ഷൈമ ഈ വെള്ളയും ചുവപ്പും ചുരിദാറിട്ടത്. അതായത് ഇന്ന് പരിപാടിയുള്ള കുട്ടീൻ്റെ അമ്മേൻ്റെ വലിച്ചൻ്റെ മക്കൾ. ഇതാ ഈ ചുവപ്പ് ചുരിദാറിൻ്റെ ചേച്ചിയാണ് ബാക്കിലുള്ളത് കേട്ടോ. ഷൈമ. അവളുടെ ഈ നിൽക്കുന്ന ഇവളെ പേര് ഷൈനി. അവളെൻ്റെ മൂത്തതാട്ടോ. ഞങ്ങൾ ഷൈനി എന്ന് തന്നെ വിളിക്കൽ. പിന്നെ ഷൈമി. പിന്നെ താഴെ അവിടെ ഇരിക്കുന്ന അമ്മയും അമ്മേൻ്റെ മാമൻ്റെ മരുമോളുമാണ്. അങ്ങനെ അവിടെ നിന്ന് ആളുകളൊക്കെ വന്ന് അവൾ വിളിച്ച് ഉള്ളിലേക്കൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടി കയറ്റിയാണ്. അപ്പോൾ നമ്മളെ ഷൈമേൻ്റെ മോളാണത്, നമ്മുടെ അമീര മോളാണ് കേട്ടോ. നല്ലൊരു സുന്ദരി കുട്ടിയാണ്, നല്ല സ്നേഹവും ഒക്കെ കേട്ടോ. കുടുംബങ്ങളോട് ഭയങ്കര സ്നേഹമുള്ളൊരു കുട്ടിയായിട്ടത്. അങ്ങനെ കല്യാണ പെൺകുട്ടി ഇതാ ചെറുത് നമ്മളെ റെഡ് ബനിയനിട്ടത് കണ്ടില്ലേ, അവളെ കുളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ ചടങ്ങുകളാണ് കേട്ടോ. ഇപ്പോഴും ഇതിങ്ങനെ കൊണ്ടുപോകണവരുണ്ട്, പിന്നെ ആരും അറിയിക്കാതെ കഴിക്കണവരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് അവൾക്ക് ഭയങ്കര ആഗ്രഹം ഇനി കുട്ടീൻ്റെ അമ്മയ്ക്ക് ഈ പരിപാടി ഗംഭീരമാക്കി കുടുംബങ്ങളോടൊക്കെ പറഞ്ഞ് കഴിക്കണമെന്ന്. അങ്ങനെ കുളിപ്പിക്കാനുള്ള പരിപാടി എന്ന് പറയുമ്പം അവളുടെ അച്ഛൻ്റെ പെങ്ങൾമാർ കുളിപ്പിക്കാൻ കയറിയാണ്. എന്താ പറയുക, അപ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്ത് കേട്ടോ. നന്ദുമോളും പിന്നെ ആരാണ് കൂടെ, കുട്ടികളെല്ലാവരും ഉണ്ട്. അവർ കൊണ്ടുവന്ന മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സും ഇതിലില്ലാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും മാറ്റിച്ച് കൊടുക്കേണ്ട സമയം നല്ല വൈകി. അതുകൊണ്ട് എല്ലാവരും മാറ്റിച്ച് കൊടുക്കാൻ നിൽക്കുക കേട്ടോ. 12 മണിയൊക്കെ ആയി, നല്ലോണം നേരം വൈകിപ്പോയി. അങ്ങനെ ക്രീമായാലും പൗഡറായാലും ഐലൈനറും എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ കുട്ടിക്ക് ഏതാദ്യം ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനില്ല കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഓരോന്നും ഇങ്ങനെ
ഓൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ കമ്മലിട്ട് കൊടുക്കണം, മാലിട്ട് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരാൾ ക്രീം പുരട്ടി കൊടുക്കാൻ നിൽക്കണ്. അങ്ങനെ എന്തായാലും അവളെ മാറ്റുകയാണ്. മുടിയൊക്കെ ഉണങ്ങാൻ വേണ്ടി തോർത്തൊക്കെ അഴിച്ചു കൊടുക്കണം. അവൾക്ക് ഭയങ്കര നാണം കേട്ടോ. ആരെ മുഖത്തേക്ക് നോക്കണമെന്നില്ല, ഭയങ്കര നാണം. അങ്ങനെ കേട്ടോ, ചെറുതായിട്ട് അങ്ങനെ ആരോടും വല്ലാതെ മിണ്ടൂല, കാരണം ഭയങ്കര ഒരു നാണക്കാരിയാണ്. അങ്ങനെ അതാ ഷൈമ ക്രീമൊക്കെ എടുക്കുന്നുണ്ട് ഓളെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ചുറ്റിലും നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഒരുപാട് പേര് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർഭാടാക്കി കഴിക്കൂല. ചിലർ ആർഭാടാക്കി കഴിക്കും. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ, അതിനൊന്നും നമ്മളൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കുട്ടീൻ്റെ അമ്മയാണ് ബാക്കിലുള്ളത് കേട്ടോ, നമ്മുടെ സെറ്റും മുണ്ട് കൊടുത്തത്, നമ്മുടെ ദിവ്യ. അവൾ നമ്മളെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, അറിയാലോ, വീട്ടിൽ വരാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ അവൾ ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഷൂട്ടിങ്ങിന് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായത്. അപ്പോൾ പിന്നെ അവൾ പോക്കൊക്കെ നിർത്തിയിട്ട് 10-15 ദിവസമായി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൾ എറണാകുളത്തേക്ക് പോകുമെന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ എല്ലാവരും നല്ല കോമഡി പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും നല്ല വർത്താനം പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എനിക്ക് വീഡിയോയും എടുക്കണം, കാര്യങ്ങളും പറയണം എന്നുള്ള പോലെ. അപ്പോൾ അത് ഞാൻ അടിപൊളിയായിട്ട് ഓരോരോ തമാശകൾ ഞങ്ങളെല്ലാവരും പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയാൽ ഭയങ്കര രസമാണ് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കൂടുള്ളൂ, എവിടെയെങ്കിലും പോകുമ്പോഴോ കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതുകൊണ്ട് കൂടുമ്പം ഭയങ്കര രസമായിട്ട് വർത്താനം പറയലും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എല്ലാവരും കൂടി ഒരുക്കുകയാണ്. ഇപ്പോൾ കണ്ണെഴുതി കൊടുക്കാനും ഒക്കെ ഉണ്ട്. ഞാനും പിന്നെ എന്താ പറയുക, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ ഞാനും കൂടിയിട്ടോ. എനിക്കും ഒരാഗ്രഹം ഒന്ന് മാറ്റി കൊടുക്കാൻ. കാരണം നന്ദുമോളെ പരിപാടിയൊക്കെ അത്യാവശ്യം വലിയ പരിപാടിയാക്കിയിട്ട് തന്നെയാണ് കഴിച്ചത്. അന്ന് പിന്നെ നമുക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് യൂട്യൂബിലൊന്നും വല്ലാണ്ട് ഇടാൻ പറ്റിയില്ല. എന്നാലും ചെറിയൊരു ഭാഗമൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ പോലെ ഇട്ടിട്ടുണ്ടേനി കേട്ടോ. കാരണം ഫോണിൽ കിടന്ന കുറച്ചൊരു വീഡിയോൻ്റെ ഭാഗമൊക്കെ അന്ന് തപ്പിത്തരഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ടേനി. അല്ലാണ്ട് മുഴുവനായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അന്ന്. കാരണം ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുക്കാനും പറ്റിയിട്ടില്ല. അന്ന് നല്ലൊരു ഫോണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുമില്ല. ഇങ്ങനെ എടുത്തിട്ട് വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചാനലൊക്കെ വേണമല്ലോ. അന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതൊന്നും വല്ലാതെ ആയിട്ടുമില്ല, എടുത്തിട്ടുമില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഇവിടെ എല്ലാവരും നല്ല തിരക്കിൽ തന്നെയാണ് കേട്ടോ. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. വീടിൻ്റെ മുൻവശത്തേക്കൊക്കെ, ഇത് വീടിൻ്റെ ബാക്ക് വശമാണ്. അങ്ങനെ ഇനി മുടിയൊക്കെ കെട്ടി മോഡലിൽ കെട്ടി കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കെട്ടിക്കോട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ കുട്ടിക്ക് അങ്ങനത്തെ ഇഷ്ടങ്ങളൊന്നുമില്ല. അവൾക്ക് എങ്ങനെ കെട്ടിയാലും കുഴപ്പമില്ല കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല ആൾക്ക്. അങ്ങനെ അവളുടെ ചേച്ചിയമ്മയാണ് കേട്ടോ കെട്ടി കൊടുക്കണത്. അങ്ങനെ എല്ലാവരും നല്ല ആകാംക്ഷയിൽ നോക്കുക. പിന്നെ നല്ല മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അവിടുത്തെ മാവുമേൽ. അതൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പം വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ. ഞാൻ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചതുകൊണ്ടാണ് കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പം അമ്മയൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേഗം പോവുകയും വേണം. നായ്ക്കുട്ടികൾ ഒറ്റയ്ക്കല്ലേ, അബി എത്താൻ നേരം വൈകുന്നു വിളിച്ച് പറഞ്ഞിന്. അവർക്ക് ചോറും കൊടുക്കണം. ഒക്കെ കൂടി ഒരു കലപില തന്നെയായി. എന്തായാലും വേഗം ഇത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മുങ്ങണം. അപ്പോൾ അത് കഴിയാനുള്ള വെയിറ്റിങ്ങിലുമാണ് എല്ലാവരും. നേരം വൈകിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ വേഗം മാറ്റിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് നല്ല നല്ല അടിപൊളി ക്ലിപ്പുകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള മുടിയിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സുന്ദരി കുട്ടി ഇവിടെ വേറെ ഉണ്ട്. അപ്പോൾ അതാ കുട്ടികളെല്ലാവരും കൂടിയാണ് മാറ്റി കൊടുക്കുന്നത്. ആരെ മുഖത്തേക്കും നോക്കണില്ല കേട്ടോ, നല്ല ചമ്മലുണ്ട് ആൾക്ക്. കാരണം ഇത് എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ അല്ലേ മൈൻഡ് ഉണ്ടാവുക. ചിലപ്പോൾ എല്ലാവരും മുഖത്തേക്ക് നോക്കാനുള്ള നാണമൊക്കെ ഉണ്ടാവും. അങ്ങനെ മുടിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് എന്നിട്ട് ഇനി മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, നന്ദുമോള് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി മുല്ലയൊക്കെ കൊണ്ടുവന്നത് മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുല്ലയാണ് കേട്ടോ. അതാണ് വെച്ച് കൊടുക്കുക. നമ്മൾ വീട്ടിൽ വാങ്ങണതല്ല വെച്ച് കൊടുക്കുക, മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. അങ്ങനെ നന്ദുമോള് കമ്മലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, മുടിമാട്ടി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സംഭവം, നല്ല അടിപൊളി സെറ്റ് തന്നെ പറയാം കേട്ടോ. അപ്പം എന്താ പറയുക, ഇനി ഇതൊക്കെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി കിടക്കുന്നത് കേട്ടോ. ഒരുപാട് ചടങ്ങൊക്കെ ഉണ്ട് ഇതിന്. പക്ഷേ പണ്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ കുറച്ച് പ്രായമുള്ള ആൾക്കാരുണ്ടാവും. അവരാണ് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നടത്തുക കേട്ടോ ഇതൊക്കെ. പക്ഷേ എന്താ പറയുക, ഇതിപ്പം
ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എവിടെയും. നമുക്ക് ആ ചടങ്ങുകളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ആ ചടങ്ങുകളൊക്കെ അങ്ങനെ കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പണ്ടാണെങ്കിൽ ഇതിനായിട്ട് ആളുകൾ വരും ചടങ്ങ് പറഞ്ഞ് കഴിക്കാനൊക്കെ പറയണേ കേട്ടിന്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിവൊന്നുമില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഈ പരിപാടി കാണാം. നന്ദു എല്ലാത്തിനും കൂടെ നിന്ന് നല്ല ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് അതൊക്കെ നല്ല ഇഷ്ടമായി. അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഒന്ന് വീഡിയോ എടുക്കടി, ഞാനും ഒന്ന് മാറ്റി കൊടുക്കട്ടെ പറഞ്ഞപ്പോൾ എന്നോട് പറയാം അമ്മ വീഡിയോ എടുത്താൽ മതി, ഞാൻ മാറ്റി കൊടുക്കട്ടെ എന്ന്. അങ്ങനെ ഓള് മാറ്റാൻ നിന്ന്. പിന്നെ ഇപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഓള് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഓള് മാറ്റി കൊടുക്കട്ടെ. അങ്ങനെ ഞാനിങ്ങനെ അപ്പുറത്തു നിന്ന് വീഡിയോ എടുക്കുകയാണ്. പിന്നെ എനിക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു സെൽഫി ആയിട്ട് വീഡിയോ എടുത്ത്, എന്നെയും കാണണ്ടേ വീഡിയോയിലല്ലേ. അങ്ങനെ ഞാനും വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ കുട്ടി സുന്ദരിയായി. ഇനി ചെറിയൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണതും ഉണ്ട്. പിന്നെ അവൾക്ക് അവർ വീട്ടിൽ നിന്ന് മാമൻ്റെ വീട്ടിൽ നിന്ന് ചെയിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം കഴുത്തിലുള്ളതല്ല, ഇനി അതവിടെ ചടങ്ങിന് കയറിയാലാണ് കേട്ടോ അവർ ചെയിനൊക്കെ കിട്ടുക. അപ്പം പണ്ടേ ഉള്ളൊരു ചടങ്ങാണ്. നമ്മളിങ്ങനെ വലിയ കുട്ടിയൊക്കെ ആയാൽ മാമൻ്റെ വീട്ടിൽ നിന്ന് ചെയിൻ എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുവരും, ഡ്രസ്സ് കൊണ്ടുവരും, ഇങ്ങനെ ഒരുപാട് മേക്കപ്പ് സാധനങ്ങൾ, ചെരുപ്പ്, അങ്ങനെ എല്ലാം പുതിയതായിട്ട് കുട വരെ കൊണ്ടുവരും. അങ്ങനെയാണ് ഞങ്ങളെ നാട്ടിലുള്ള ചടങ്ങ് കേട്ടോ. എല്ലാ നാട്ടിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പലരും ഇത് അങ്ങനെ കഴിക്കണില്ല എന്നുള്ളൊരു ഇതേ ഉള്ളൂ അല്ലേ. അങ്ങനെ സംഭവം ഏകദേശം ഏതായാലും അവൾ ഒരുങ്ങി കഴിഞ്ഞിന് കേട്ടോ. ഇനി അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകണം. അവിടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അങ്ങനെ ധാവണി പോലത്തെ നല്ലൊരു അടിപൊളി ഡ്രസ്സാട്ടോ കൊണ്ടുവന്നതൊക്കെ. സംഭവം നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതാ ഒന്നുകൂടി ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം വിയർത്തിട്ട് വയ്യ, നല്ല ചൂടല്ലേ. ഞങ്ങൾ നല്ലൊരു മാവിൻ്റെ തണലിലാണ് നിൽക്കണതെങ്കിലും നല്ല ചൂടാട്ടോ. അവൾക്ക് അങ്ങോട്ടേക്കൊക്കെ നോക്കാൻ നല്ല നാണാവുണ്ട്. അവിടേക്ക് ഇഷ്ടം പോലെ ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് ഭയങ്കര നാണം. ആൾ ചെറുതാട്ടോ, 8-ലോ 7-ലോ അങ്ങനെ എന്താണ് ആൾ പഠിക്കുന്നത്. എന്തായാലും പരിപാടി തുടങ്ങാനായി. അപ്പോൾ അതാ ആൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റിങ്ങിലാണ്. അവിടെ തേങ്ങയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ നമ്മളൊരു തേങ്ങയൊക്കെ വെക്കും. അതിന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായി വന്ന് ഇനി ഇവിടെ നിന്ന് ചെറിയൊരു ചടങ്ങ്, ആ ചടങ്ങ് കഴിഞ്ഞാൽ നേരെ മുൻഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്നും ചെറിയൊരു ചടങ്ങുണ്ട് കേട്ടോ. നമ്മൾ കിണ്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു സാധനം എടുക്കലും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഞാൻ കൂടുതലായിട്ടിത് പറഞ്ഞു തന്നാലൊന്നും ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. കാരണം വെയിൽ കൊണ്ട് എല്ലാവർക്കും മടുത്തിന്, പെരും ചൂടും. ഇവിടെ അടുത്ത് പുഴ ഉണ്ട് കേട്ടോ. പുഴേൻ്റെ അടുത്തേക്ക് പോയാൽ നല്ല അടിപൊളി ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ പോയില്ല. കാരണം ഈ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് പുഴേൻ്റെ അടുത്ത് പോയിട്ട് ഷോർട്സൊന്നും എടുക്കാനുള്ള സമയം ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഇവിടെ ഒരുക്കുന്നുണ്ട് കേട്ടോ സംഭവങ്ങൾ. അങ്ങനെ വെറ്റില, അടയ്ക്ക, 7 പീസാക്കിയിട്ട് വെക്കും. എന്നിട്ട് ആ മരത്തടിയിൽ ഒരു തേങ്ങയും വെക്കും കേട്ടോ. അപ്പുറത്ത് മുന്നിലായിട്ട് നിലവിളക്കും കത്തിച്ച് വെക്കും. നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ഈ തേങ്ങ ഉണ്ടല്ലോ, ഈ തേങ്ങ ഇവിടെ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കാണാം കേട്ടോ കുട്ടി ചെയ്യണത് എന്താണെന്ന്. തേങ്ങ വെച്ചിട്ട് അത് 3 പ്രാവശ്യം അപ്പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി എടുത്ത് വെച്ച് കളിക്കൂട്ടോ 3 പ്രാവശ്യം. അത് വെക്കാൻ പോണേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് കാണേ. അപ്പോൾ അതിൻ്റെ മേലെ 2 തിരി വെച്ചിട്ട് കത്തിക്കും. ആ തിരിയാണ് നമ്മളിങ്ങനെ കാലുകൊണ്ട് ചാടി കിടക്കേണ്ടത് കേട്ടോ. മൊത്തത്തിൽ ചാടി കിടക്കല്ല, ഒരു കാല് നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് കാലിങ്ങനെ എടുക്കും കേട്ടോ. അങ്ങനെ പരിപാടി തുടങ്ങുകയാണ്. ഇത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു കാഴ്ച കേട്ടോ. നല്ല അടിപൊളിയാണ്, കാണാൻ നല്ല വൈബാണ്. ഇങ്ങനെ ഞാൻ ഒരുപാട് പരിപാടിയിൽ ആദ്യമൊക്കെ ഞങ്ങൾ പങ്കെടുക്കലുണ്ട് കേട്ടോ. ഇപ്പോഴാണ് പിന്നെ ആരും ഇത് വല്ലാണ്ട് പബ്ലിക്കാക്കിയിട്ടൊന്നും കഴിക്കാത്തത്. ആദ്യമൊക്കെ നല്ലോണം പറഞ്ഞിട്ട് തന്നെ എല്ലാവരും കഴിക്കുക. ഞാനൊക്കെ വലിയ കുട്ടിയായ സമയത്ത് എൻ്റെ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അമ്മ കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. അന്നും എന്താ പറയുക, ഈ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതും നല്ല അടിപൊളിയൊക്കെ ആയിട്ട് കഴിച്ചിന്. നന്ദുമോളതും നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അതാ സംഭവം കണ്ടോ, 3 വട്ടം ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ട് കാലപ്പുറത്തേക്ക് വെക്കും. എന്നിട്ട് നമ്മളിങ്ങനെ കൊടുവാള കൊണ്ട് ഇങ്ങനെ 2 വട്ടം ഇങ്ങനെ ഓങ്ങണ പോലെ ഇങ്ങനെ കാണിക്കും. അങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഒരു ഒറ്റ വെട്ട് കേട്ടോ. അപ്പം ആദ്യം ഒന്നിങ്ങനെ ആക്കും, കണ്ടോ 2, 3, 3ന് നല്ലൊരു വെട്ട് കൊടുക്കും. ആ വെട്ട് നല്ല സൂപ്പറായിട്ട് വെട്ടീന് കേട്ടോ. തേങ്ങ നല്ല അടിപൊളിയായിട്ട് നല്ല ഷേപ്പായിട്ട് തേങ്ങ പൊട്ടീന്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അറിയണവരൊക്കെ പറയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ
പ്രായമായ ആൾക്കാർക്ക് ആദ്യമൊക്കെ ഉള്ള ആളുകൾക്ക് അതറിയാം. എൻ്റെ അമ്മൂമ്മയ്ക്കും അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ. ഇപ്പോൾ ഉള്ളവർക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. എന്നാലും തേങ്ങ നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടോ. അങ്ങനെ ഇനി വിളക്കൊക്കെ പിടിച്ച് വീട്ടിൻ്റെ മുന്നിലേക്ക് വരിക കേട്ടോ. ഇനി ഇവിടുന്ന് ചെറിയൊരു ചടങ്ങ് അതാ ആ കിണ്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടാവേ. അത് ഒരു നമ്മൾ എന്താ പറയുക, ഒരു തെങ്ങിനോ അങ്ങനെ എന്തെങ്കിലും ഒരു മരത്തിന് വേണം നമ്മളിങ്ങനെ ചുറ്റണം കേട്ടോ. ആ മരത്തിന് ചുറ്റിയിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ ആ മരത്തിന് 3 വട്ടം ചുറ്റിയിട്ട് ഒഴിക്കണം. അതിന് ഒരു 3-4 ആളും കൂടെ ബാക്കിൽ പോകും കേട്ടോ. അങ്ങനെ ഇത് ഈ തെങ്ങിനാട്ടോ അവർ ചുറ്റണത്. ഈ തെങ്ങിൻ്റെ ചുറ്റിലും ഇങ്ങനെ ചുറ്റുക, എന്നിട്ട് അത് മുഴുവനും അതിൻ്റെ ചുറ്റിലും ഒഴിക്കുക. എന്നിട്ട് ലാസ്റ്റ് ആ കിണ്ടിയിൽ നിന്ന് അതിൽ പൊതിഞ്ഞിട്ട കുറച്ച് സാധനങ്ങളുണ്ടാവും. സ്വർണം, മുളക്, കരി, അരി, ഉപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ആയതിൻ്റെ ശേഷം അത് എടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. അതൊക്കെ ഒരു ചടങ്ങാട്ടോ. ഇതൊന്നും കണ്ടിട്ടില്ലാത്തൊരു വീഡിയോ ഫുള്ള് കണ്ടോളിട്ടോ, അടിപൊളിയാണ്. അങ്ങനെ അതൊക്കെ സൂപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടന്നതാട്ടോ. കാരണം വീഡിയോ എടുത്തോ ചേച്ചി, യൂട്യൂബിലിട്ടോ എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ്, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും അങ്ങനെ വീഡിയോ എടുക്കൂല കേട്ടോ. കാരണം എല്ലാവർക്കും ഒരേ താല്പര്യമായിരിക്കില്ലല്ലോ. പക്ഷെ അവളുടെ കുട്ടീൻ്റെ അമ്മയ്ക്ക് കുഴപ്പമില്ല, ആരും ഒന്നും പറയില്ല. ചേച്ചി വീഡിയോ എടുത്തിട്ട് ഇട്ടുകൊണ്ടി പറഞ്ഞ്. അങ്ങനെയാണ് ഞാനിത് വീഡിയോ ഒക്കെ എടുത്തിട്ട് സൂപ്പറായിട്ട് നമ്മുടെ യൂട്യൂബിലിട്ടാൽ എല്ലാവർക്കും കാണാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഇനി ആ സാധനം എടുത്തിട്ട് കുട്ടീൻ്റെ വീട്ടിലേക്ക് ഇട്ടോ. കാരണം അവരുടെ വീട്ടിൽ തെങ്ങില്ല മുറ്റത്ത്, അതുകൊണ്ടാട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. എന്താ വെച്ചാൽ അത് കിണ്ടിയിൽ നിന്ന് എടുക്കണതൊന്നും, കാരണം അപ്പോഴേക്കും എൻ്റെ ഫോൺ ചൂട് പിടിച്ചിട്ട് ആകെ എന്താ പറയുക സ്റ്റക്കായ പോലെയായി. അപ്പോൾ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ എടുക്കാൻ വിട്ട് ബാക്കി ഇതാ കുട്ടിക്ക് ഗിഫ്റ്റും സാധനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക. കഴുത്തിൽ ചെയിന് കിട്ടിയിട്ടോ. അവളുടെ അമ്മൂമ്മേൻ്റെ വീട്ടിൽ നിന്ന്, മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ ചെയിനൊക്കെ. അങ്ങനെ ചെയിന്, സാധനങ്ങൾ, മോതിരങ്ങൾ, വാച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. പൈസ കാര്യങ്ങളൊക്കെ ആട്ടോ കൊടുക്കുക. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടി. അവളുടെ ഫ്രണ്ട്സാട്ടോ ബാക്കിലുള്ളത്. ഇത് അവളുടെ ഏട്ടനാട്ടോ. അവളുടെ ഏട്ടനാണ് അവൾക്ക് വാച്ചൊക്കെ കൊടുത്തത്. അങ്ങനെ എല്ലാവരുടെ ഗിഫ്റ്റും സാധനങ്ങളും ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനതൊക്കെ വീഡിയോ എടുക്കാൻ വിചാരിച്ച്. എന്തായാലും മൊത്തത്തിലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒരുപാട് ഗിഫ്റ്റുകളും സാധനങ്ങളൊക്കെ ആളുകൾ കൊടുക്കണത് എനിക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഫോണ് ചൂട് പിടിക്കുക ഓണാക്കുമ്പോഴേക്ക്. ഒന്നാമത് നമ്മളെ ഈ അന്തരീക്ഷത്തിൻ്റെ ചൂടും ഈ വീഡിയോ എടുക്കുമ്പോഴുള്ള ചൂടും ഒക്കെ കൂടിയായിട്ട് നല്ല ചൂടായിട്ടേ ഫോൺ ഓപ്പൺ ആവണില്ല. അപ്പോൾ അത് കഴിയണതും കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഓരോരുത്തർ കുട്ടിക്ക് മധുരം കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, ചന്ദനം അങ്ങനെ മുഖത്ത് തേക്കുക, അതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെത്. ഞാൻ അതിന് പോയില്ല കേട്ടോ. കാരണം എനിക്ക് വീഡിയോ എടുക്കണം. പിന്നെ ഞാൻ നന്ദുമോളെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനി നന്ദുമോൾ കയറിപ്പോയതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തോന്ന് ചോദിച്ചാൽ ഞാൻ പൈസ ആട്ടോ കൊടുത്തത്. അപ്പോൾ പിന്നെ അതിൻ്റെ മേലെ കയറി ഞാൻ കൊടുക്കണമൊന്നുമില്ല. നമ്മൾ അവളുടെ അമ്മേൻ്റെ അടുത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു ചടങ്ങാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ എന്താ പറയുക നല്ലൊരു ട്രെൻഡ് പരിപാടിയാക്കിയിട്ട് സംഭവം അടിപൊളിയാണ്. ഇതൊക്കെ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളൊരു പരിപാടിയാണ്. ഇതൊക്കെ തന്നെ ഉള്ളൂ ജീവിതത്തിൽ അല്ലേ. എന്തായാലും പരിപാടി ഗംഭീരമായിക്കൊണ്ടിരിക്കുക. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ ഷോർട്സ് ഇടാനും ഇൻസ്റ്റഗ്രാമിലിടാനും സ്റ്റാറ്റസ് ഇടാനൊക്കെ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കുട്ടീൻ്റെ അമ്മയാട്ടോ, ദിവ്യനെ എല്ലാവരും അറിയില്ലേ. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറിയോണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാലാണ് ഇനി ഭക്ഷണമൊക്കെ വിളമ്പുള്ളൂ കേട്ടോ. സംഭവം ഈ പരിപാടി മൊത്തം കഴിയണം. അപ്പോൾ വന്നവരിൽ ഒരുപാട് ഭൂരിപക്ഷം ആളുകളും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ എല്ലാവരും ദിവ്യേൻ്റെ ഭർത്താവ്, അതായത് കുട്ടീൻ്റെ അച്ഛനും അമ്മയും ആങ്ങളെയാണ് അടുത്തുള്ളത് കേട്ടോ. കറുപ്പ് ഷർട്ട് ഇട്ടതാണ് ഓളച്ഛൻ, കറുപ്പ് ബ്ലൗസ് ഇട്ടത് ഓളമ്മ, നീല പനിയിട്ടത് ഓളയേട്ടൻ. അങ്ങനെ അവർ രണ്ടാളും കൂടി കേക്ക് മുറിച്ചിട്ട് കുട്ടിക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ കേക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സംഭവം ഏതായാലും അടിപൊളി ഗംഭീരം പരിപാടി തന്നെ കേട്ടോ. സൂപ്പറായില്ലേ? എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. കാരണം ഇങ്ങനൊരു വീഡിയോ ഇതിലാദ്യമായിട്ടല്ലേ അപ്ലോഡ് ചെയ്യുന്നത്, ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്ദുമോളത് ചെറിയൊരു ഭാഗം എനിക്ക് പണ്ട് ഫോണിൽ നിന്ന് കിട്ടിയത് മാത്രമേ ഞാൻ എടുത്തിട്ട ഒരു ഓർമ്മ എനിക്കുള്ളൂ. അല്ലാതെ ഒന്നും ഇങ്ങനെ ഒരു പരിപാടി ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം അത് കഴിഞ്ഞു കേട്ടോ. ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഡ്രസ്സുകളുണ്ട്, അത്യാവശ്യത്തിന് സ്വർണവും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയായി.
ഇനി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള തിരക്കിലേക്ക് പോവുക കേട്ടോ. ബിരിയാണിയാണ്, നല്ല അടിപൊളി ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഹലുവ കഴിക്കാം കേട്ടോ. അപ്പം മധുരം കഴിക്കല്ലോ ഈ പരിപാടിക്ക്. ഇങ്ങനെ ഇനി മധുരം കഴിക്കൽ, പഴം എല്ലാം ഉണ്ട്. എല്ലാം അവളുടെ അമ്മ കൊണ്ടുപോയി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടത് ഓരോരുത്തർ എടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സംഭവമൊക്കെ എന്തായാലും അടിപൊളിയായിന്, സെറ്റായിന്, ഒരു മോശം പറയാനില്ല കേട്ടോ. അവളുടെ എല്ലാവരുടെ അടുത്തേക്കും ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കണത് അവളുടെ അമ്മയാട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വെയിലത്തായിരിക്കുന്നത്. അവിടെ ഭക്ഷണം കൊടുക്കലും തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിക്കേണ്ട, അപ്പോൾ കുറച്ച് ആൾക്കാർ മാറി ഇരിക്കുകയാണ്. അപ്പോൾ ഓളെ കൂടെ ഫോട്ടോ എടുക്കാൻ എല്ലാവരും മാറി മാറി വിളിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ആളെണീച്ചാൽ നമ്മളും കൂടി ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. കാരണം 2 മണിയൊക്കെ ഏകദേശം ആവാനായി. പരിപാടി കഴിയാൻ കുറച്ച് നേരം വൈകിയതാണ്. അപ്പോൾ എന്തായാലും വിശപ്പൊക്കെ തുടങ്ങിയിന്. എന്നാലും സാവധാനം കഴിക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. തിരക്കൊക്കെ അങ്ങനെ ഏകദേശം മുമ്പേ തന്നെ പോയി ഇരുന്ന് ആ ഒരു തിരക്കിലേക്ക് പോകണ്ട വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഇരിക്കാൻ പോവാണ്. അപ്പോൾ ബിരിയാണി കേട്ടോ. ഇത് അമ്മേൻ്റെ മാമൻ്റെ മരുമകളാട്ടോ അത് സാരി എടുത്തത്. പിന്നെ ഞാനും നന്ദമോളും ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വെയിൽ കൊണ്ട് ആകെ ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ, സീ യു.